അയ്യപ്പേട്ടാ, മുഖ്യമന്ത്രിക്ക് നിൽക്കാനും ഇരിക്കാനും കിടക്കാനും ഒന്നിനും സമയമില്ല. പുള്ളിക്ക് മൂട്ടിൽ തീ പിടിച്ചു എന്ന് പറഞ്ഞ ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഇതാ ഹൈക്കോടതിയിൽ നിന്ന് 2 മാസത്തെ ഒരു സ്റ്റേ വരുമ്പോഴും പറയാം ആശ്വാസമാണോ എന്ന് ചോദിച്ചാൽ ആശ്വാസമാണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഇതൊരു ആശ്വാസമല്ല. എനിക്ക് തോന്നുന്നു ഇതിന് പിന്നിലും ഈ ഒരു 2 മാസം അവധിക്ക് പോവുകയാണ് ഹൈക്കോടതി. അപ്പോൾ അവധിക്കാല ബെഞ്ചാണ് ഇത് പരിഗണിച്ചത് പോലും. CMRL ഈ പറഞ്ഞ പോലെ തീയിൽ ചവിട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവരാണ്, അതായത് മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ് ഇറങ്ങി കളിക്കാൻ പറ്റാത്തതുകൊണ്ട് CMRL വഴി ഈ കാര്യം മൂവ് ചെയ്തു എന്നുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇതിന് പിന്നിൽ ചില കളികളുണ്ട്. അതായത് ആട്ടെ മോളെ വീണേ, പൂട്ടാൻ സമയമാകുന്നേ ഉള്ളൂ, ഞങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ചെയ്തോട്ടെ, അതുവരെ നീ ഒരു ആശ്വാസത്തിലിരിക്കെ എന്ന് പറഞ്ഞതായിട്ടാണ് എനിക്കൊരു തോന്നലുണ്ടായത്. അത് അങ്ങനെ തന്നെയാണോ? മോളെ വീണേ നീ ആശ്വാസമായി ഇരിക്കെ എന്നല്ല, മോളെ വീണേ അടുത്ത ഇപ്പൊ ഇന്ന് പോയാൽ അടുത്ത ഇരിക്കാൻ പോകുന്നത് പിന്നെ വിഷം വെച്ചിരിക്കാൻ പോകുന്നത് തീകുണ്ടത്തിലാണ്. തീകുണ്ടം എന്ന് പറഞ്ഞാൽ കനലിന്റെ പുറത്ത്. അതാണ് ഞാൻ ചോദിച്ചത്. ആട്ടെ മോളെ വീണേ, ഇപ്പൊ നീ ആശ്വാസത്തിലിരിക്കുക, അടുത്ത പണി ആശ്വാസത്തിലിരിക്കാൻ പറ്റില്ല ഇനി അങ്ങോട്ട്. എന്ന് വെച്ചാല് പ്രജിത ഇപ്പൊ പറഞ്ഞു CMRL കമ്പനിയെ കൊണ്ട് ചെയ്യിക്കുന്നത് പിണറായി താൻ ആയിരിക്കാം. CMRL കമ്പനിക്ക് ഇവിടെ ഒരു പറ്റെന്ന് പറഞ്ഞാല് ഇന്റർണൽ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടുപിടിച്ചിട്ടുണ്ട് ആർക്കൊക്കെ ഡയറിയിൽ എഴുതി വെച്ചിരുന്നത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ചതിലാണ് ഇപ്പൊ കുരുങ്ങി നിൽക്കുന്നത്. ഇന്റർണൽ സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് അതിലങ്ങ് തീരുമെന്നാണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മോളും അടങ്ങുന്ന ഇവിടുത്തെ ടീമുകൾ കരുതിയത്. പക്ഷേ അതിൽ നിന്നൊക്കെ പോയി കാര്യം കൈവിട്ടു പോയി കഴിഞ്ഞിട്ട് ഇപ്പോ CMRL കമ്പനി ഇത് ഈ തുടർ നടപടികൾ, അതായത് ഡൽഹി കോടതിയിൽ കൊടുത്തൊരു വാക്ക്, നമുക്ക് ഇനി തുടർ നടപടികൾ ഉണ്ടാകില്ല, തുടർ നടപടികൾക്ക് പിന്നെ അതായത് SFIO അന്വേഷണത്തിന്റെ കിട്ടിയിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി ഉണ്ടാകില്ല എന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് ഇപ്പൊ എന്ത് നടപടി എന്നുള്ള ചോദ്യം വന്നപ്പോൾ കോടതി അതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് പോയി. അപ്പോൾ ഇപ്പോ ഈ പറയുന്ന സ്റ്റേ ഇപ്പൊ ഇവർക്ക് കിട്ടിയിരിക്കുന്നതിൽ ഒരു കാര്യമുണ്ട്. SFIO അന്വേഷണത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കോടതി നടപടിയിൽ സ്റ്റേ വന്നിരിക്കുന്നതിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഈ കർത്തയ്ക്കും കൂട്ടർക്കും ചെയ്യാൻ പറ്റുന്നത്, ഈ കൊടുത്തവരുടെ ഇവരെ ഇത്രയും പേർക്ക് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതില് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് മകൾക്ക് ഈ ഷോർട്ട് നെയിമുകളാണുള്ളത്. കുഞ്ഞാലിക്കുട്ടിയുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, ഏതാനും ചില മാധ്യമങ്ങൾക്ക് വരെ, മുഖ്യധാര മാധ്യമങ്ങൾക്ക് വരെ കാശ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കർത്തയുടെ മകന്, കർത്തയുടെ കുടുംബാംഗങ്ങൾക്ക് ഈ കമ്പനിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരൊക്കെ തന്നെ ഇതിൽ പ്രതികളാണ്. അപ്പോൾ ഇവർക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ഇന്റർണൽ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടുപിടിച്ച ഈ 5 പേരുകളിൽ ഇനി എന്തിനാണ് കൊടുത്തത് എന്നൊക്കെയുള്ള കാര്യം ഇതുവരെ ആദ്യം കണ്ടുപിടിച്ചതിൽ ഈ വീണ വിജയൻ ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും സേവനവും ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ കൊടുത്ത കാശാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെ, അതില് മാത്യു കുഴൽനാടൻ MLA അദ്ദേഹം നിയമസഭയിൽ വെച്ച് പറയുകയുണ്ടായി, ഈ കമ്പനി എക്സാലോജിക്ക എന്ന് പറയുന്ന കമ്പനി ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ ഒരു കമ്പനി ഇത്തരത്തിൽ എന്താ പറയാ, CMRL പോലൊരു കമ്പനിക്ക് എന്ത് സേവനമാണ് നൽകിയത് എന്നുള്ളതാണ്. ഇനി എഡ്യൂക്കേഷണൽ പർപ്പസ് മാറ്റി വയ്ക്കുക, എന്നാലും ചോദ്യമുണ്ടല്ലോ, എന്ത് സേവനം? ആ സേവനം പറയുന്നില്ല. സേവനം പറയാതെ അപ്പൊ ഇനിയിപ്പോ ഈ CMRL ചെയ്യാൻ പോകുന്നത് ഈ ഇത്രയും പേർക്ക് കാശ് കൊടുത്തു, എന്ത് കാര്യത്തിന് കൊടുത്തു? അതിൽ ഇനി ഈ ഇന്റർണൽ സെറ്റിൽമെന്റ് ബോർഡും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി എന്ത് മറിമായും കാണിച്ച് കാര്യം CMRL എന്ന് പറയുന്നത് ഒരു പബ്ലിക്, ഈ KSIDC കൂടെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി കൂടെ ഇവരുടെ ഷെയർ ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ്. വരും ഭാവിയിൽ ഇനി എന്ത് കണ്ടുകൊണ്ട് ഇവരെ ഇപ്പം ഭരണം മാറിയിരുന്നാലും എന്ത് കണ്ടുകൊണ്ട് ഈ കമ്പനിയെ ഇനിയിപ്പോൾ കൂടെ കൂട്ടാം എന്ന് ഗവൺമെന്റുകൾ, മാറി വരുന്ന ഗവൺമെന്റുകളും ചിന്തിച്ചാലോ? ഒരു പിണറായി വിജയനിൽ തീരുന്നില്ലല്ലോ കർത്തയുടെ ബിസിനസ് എന്ന് പറയുന്നത്. കർത്തയ്ക്ക് ഇനിയും ബിസിനസ് ചെയ്യണം. അപ്പൊ കർത്ത അതുകൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സ്റ്റേ ഓർഡർ വാങ്ങിയിരിക്കുന്നത്. അതായത് കർത്തയ്ക്ക് പിണറായി മാത്രമല്ല എന്ന് ചേട്ടൻ പറഞ്ഞല്ലോ, അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയക്കാരുടെയും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും, മാധ്യമ സ്ഥാപനങ്ങളുടെയും ഒക്കെ എല്ലാവർക്കും കാശ് കൊടുത്തു. അതൊരു ബിസിനസ് പർപ്പസ് ആണ്, അതുകൊണ്ട് കൊടുത്തതാണ്. ഈ കാശ് കൊടുത്തിട്ട് ഇദ്ദേഹം കുറിച്ച് വെച്ചിട്ട് ആ കുറിച്ച് വെച്ചത് കയ്യോടെ പിടിച്ചതാണ് ഇപ്പൊ പിടിപ്പുകേടായിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് കാശുണ്ട്. ഇപ്പം പ്രജിത ഇപ്പൊ പറഞ്ഞ മാത്യു കുഴൽനാടൻ സഭയിൽ പറഞ്ഞതുപോലെ കുറെ കടലാസ് എടുത്തിങ്ങനെ കാണിച്ചാൽ പോരെ, എക്സൽ ഷീറ്റുകൾ കുറെ എണ്ണം. ഈ സോഫ്റ്റ്വെയർ കമ്പനി എന്നാ പറയുന്നത്, എന്ത് സോഫ്റ്റ്വെയർ ആണ് കൊടുത്തെന്നുള്ളത് പറയണ്ടേ? സേവനം കിട്ടാതെ കൂലി വാങ്ങിയാൽ അത് മാസപ്പടി അല്ലാതെ പിന്നെ എന്താണ് എന്നുള്ളതാണ്
ചോദ്യം വരുന്നത്. പക്ഷെ ചേട്ടാ, എനിക്ക് അവിടെ ഒരു ഇതുണ്ട്. അവർ പറയുന്നുണ്ട്, അവരുടെ ന്യായീകരണ തൊഴിലാളികൾ പറയുന്നുണ്ട്, ഞങ്ങൾ അഴിമതിപ്പണമാണെങ്കിലും GST അടച്ചിരുന്നു. അതെ, GST അടച്ചിരുന്നു, ബാക്കി എന്തൊക്കെ അടയ്ക്കാനുണ്ടോ അതെല്ലാം അടച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇനി ന്യായീകരണ തൊഴിലാളികൾ ബാലൻ ഇനി ന്യായീകരിക്കാൻ ഉണ്ടാവില്ല. AK ബാലന്റെ പാർട്ടി പരിപാടിയൊക്കെ തീർന്നു. അദ്ദേഹത്തിനെ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഇനി ഇതിനെ സാധൂകരിക്കാൻ ഇനി അങ്ങോട്ടും പോകുന്നവരോ ആരും ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഇപ്പൊ പ്രജിത, നമ്മൾ സംസാരിച്ചു തുടങ്ങി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂട്ടിൽ തീ പിടിച്ച് നടക്കാൻ പോയിരുന്നു. അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നോക്കാനുള്ളതെന്നറിയോ? അതായത് ഇനിയിപ്പോൾ ഈ കേസ് വന്ന് 2 മാസത്തേക്ക് അവധി പോകുമ്പോൾ കേന്ദ്രം ഇതിനകത്ത് തേടാൻ പോകുന്നത്, കേന്ദ്രം തേടുന്ന ഈ അടുത്ത ഇനി കോടതി വരുന്ന മുമ്പ് കേന്ദ്രത്തിന് തേടാനുള്ളത് ഈ 5 പേര്, ഇവർ 2 അച്ഛൻ്റെ മോളെയും പേരല്ല, ഇനി അടുത്ത ആരൊക്കെ, കുഞ്ഞാലിക്കുട്ടിയും ഈ പറയുന്ന രമേശനും, ഇവരെല്ലാവരും ആരൊക്കെ കാശ് വാങ്ങിച്ചോ അതിൻ്റെ എല്ലാം രേഖകൾ കൂടെ ഉണ്ടാക്കി ഇതിനൊരു ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഗ്രൗണ്ട് വലുതായി കഴിയുമ്പോൾ അച്ഛനും മോളും മാത്രമല്ല കോൺഗ്രസും ലീഗും എല്ലാ ചേട്ടന്മാർക്കും ഉള്ള പേപ്പർ ഇന്ത്യ അലയൻസ് പൊളിയും. അതായത് ഇപ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ ചർച്ചയിൽ കണ്ടതാണ്. അവിടെ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാത്രം എന്നാണ്. ഇനിയിപ്പോൾ ഈ ഗ്രൗണ്ട് വർക്ക് നടത്തി ഇവർക്കെതിരെ എല്ലാം തെളിവുകൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തണമെങ്കിൽ എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്നുള്ള കാര്യം കൂടി കേന്ദ്രത്തിന് മുന്നിൽ വെക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യത്തിനുള്ള കാര്യം കൂടി വരുമ്പോൾ ഇത് പൂർണ്ണമാവുകയാണ്. ഇനി ആ ഒരു ചോദ്യം ഇനി ആരും ചോദിക്കരുത് എന്നുള്ള കാര്യം കൂടി വരികയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും എല്ലാ വഴികളും അടച്ച് പൂർണ്ണമായി കെട്ടിടുക എന്നുള്ളതാണ്. ഇനി ഈ 2 മാസത്തെ കോടതി അവധി തന്നെയാണ് മെയിൻ വിഷയം. അതുകൊണ്ടാണ് ഇതിൽ സ്റ്റേ കൊടുത്തത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അതൊരു ആശ്വാസമല്ല. ആശ്വാസമൊന്നുമല്ല. കാര്യം ഇവർക്ക് താൽക്കാലികമായി ഈ കഴിഞ്ഞ ദിവസം ദീപാവലിക്ക് പടക്കമൊക്കെ പൊട്ടിച്ചതായിട്ട് മോളും മരുമോനും ഒക്കെ കാണിച്ചല്ലോ. ഇനിയിപ്പോ ശരിക്കും പടക്കങ്ങളൊക്കെ പൊട്ടായിരിക്കുന്നതേ ഉള്ളൂ. പൊട്ടിത്തുടങ്ങി. ആ പൊട്ടിന്റെ ശബ്ദം കേൾക്കാതിരിക്കാനാണ് ഈ വിഷുവിന് പടക്കം അവിടെ പൊട്ടിച്ചത്. അതെ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതില് നമുക്ക് പറയാനുള്ളത് ഇനിയിപ്പോ വേറെ പല കാര്യങ്ങളും, ഇപ്പൊ ഈ കാര്യങ്ങൾ മോളെ രക്ഷിക്കാനായിട്ട് പോകണം, ശശീരൻ കർത്തയെ കൂടെ കൊള്ളട്ടെ, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ നിന്റെ കാര്യം കൂടെ പോക്ക് മുതലാണ്, കട്ടയും പോടോ മടങ്ങോടെ എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ കർത്ത ഇപ്പം അതിനുവേണ്ടി ഇപ്പൊ മോളെ പിന്നെ ഭാരം കുറച്ച് കർത്തയ്ക്ക് കൂടെ ഇറക്കി വെച്ച് കൊടുത്തോണ്ടാണ് കർത്ത ഇപ്പൊ ഇതിന്റെ പിറകെ പോകുന്നത്. കർത്തേനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഓടേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ പുള്ളി ഒരു ബിസിനസ് മാൻ ആണ്. തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹത്തിന്റെ ബിസിനസ് നിലനിർത്തുക, അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ നേരെ വരുന്ന എല്ലാ കാര്യങ്ങളും ഇല്ലാതെയാക്കുക എന്നുള്ളത് പുള്ളിയുടെ പർപ്പസ് ആയതുകൊണ്ട് പിണറായിക്ക് പ്രത്യേകം പറയണ്ട. കൂടെ എന്റെ മോളുടെ കാര്യം കൂടി ഇതാണ് പറയേണ്ടി വരും. കാശ് ഒരുപാടല്ലേ, ഇപ്പം ഒരുപാട് വരുമ്പോ ഇങ്ങനെ കുന്നു കണക്കുമ്പോ ഇന്ന കുറച്ച് ഇങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് എഴുതി വെച്ചതാണ് ഇപ്പൊ പ്രശ്നമായത്. അപ്പൊ ഏതായാലും ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ആയി പോകുന്നതാണ്. പറഞ്ഞു വന്നത് ഇനി 4 വർഷമായി അതിയാൻ ഇങ്ങനെ മുഖ്യമന്ത്രി കസേരയിൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതിയാൻ ഇങ്ങനെ ഇത് ഇരിക്കാൻ തുടങ്ങിയതിന്റെ ഫലമായിട്ട് ഈ 4 വർഷത്തിന്റെ ഒരു ആഘോഷം ഇനിയിപ്പോ വരുന്നുണ്ട്. എന്റെ തല, എന്റെ ഫുൾ ഫിഗർ, ഞാൻ എല്ലായിടത്തും ഞാൻ, അങ്ങനെ അതിന് തന്നെ 20 കോടി രൂപ അദ്ദേഹം ചെലവാക്കാൻ, 25 കോടി രൂപ ചെലവാക്കാൻ പോവുകയാണ്. അതിനുള്ള നടപടികളെല്ലാം ആരംഭിച്ചു. ഇവിടെ ആശാവർക്കർമാർക്ക് 250 രൂപ ഒരു ദിവസ വരുമാനത്തിൽ തികച്ചു കൊടുക്കാൻ പറ്റും. അതിൽ എന്തെങ്കിലും ഒന്ന് ഓർഡർ കൂട്ടിത്തരണമെന്ന് പറഞ്ഞ് അവരവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. അതിനൊന്നും യാതൊരു നേരവുമില്ല. അപ്പൊ അതിന്റെ ഒരു അധിക ബാധ്യത, പിന്നെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം കൂടെ ആയിട്ട് മുഖ്യമന്ത്രി ആകെ പെട്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടാവും, വീണ വിജയൻ മാത്രമല്ല KM എബ്രഹാം തുടങ്ങിയിട്ട് 1389 കള്ളന്മാരെയാണ് ഇദ്ദേഹം, അഴിമതിക്കാരന്മാരെയാണ് ഇദ്ദേഹം പെൻഷൻ പറ്റി പോയിട്ടും പിടിച്ച് കൂടെ ഇരുത്തിരിക്കുന്നത്. KM എബ്രഹാം, VP ജോയി, പിന്നെയും വേറെ പല പേരും പറയാനാണെങ്കിൽ 1389 കളങ്കിതരും മുഖ്യമന്ത്രിയും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. അതെ, ഈ കളങ്കിതർ എന്ന് പിന്നെ CM രവീന്ദ്രൻ അറിയാലോ. CM രവീന്ദ്രനൊക്കെ കാരണവരാ. ഊരാളുങ്കലിനൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കാശ് കൊടുക്കുക, അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് പോക്കറ്റ് തിരുമുക, ബാക്കിയുള്ളവർക്ക് തിരുമി കൊടുക്കുക. അപ്പോ ഇപ്പൊ ഏതായാലും എങ്ങനെ തിരുമ്മി കൊടുത്താലും ഈ കണ്ട മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൂടെയും അദ്ദേഹത്തിന് അല്ലെങ്കിൽ നടക്കുന്ന സത്യം നമ്മളിവിടെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇനിയിപ്പോൾ വരാൻ പോണത് വീണ്ടും അവരാണെന്ന് പറയുന്നു. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമോ ദൈവമേ എന്ന് ഓർത്ത് നമ്മൾ ഇപ്പോഴേ തലേ കൈ വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്.